പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 24 പള്ളിക്കൂദാശ കാലം 3-ാം വെള്ളി. ഇന്നത്തെ വായനകൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 28 മുതൽ 37 വരെയും, വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയും. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിലും വെളിപാട് പുസ്തകത്തിലും ക്രിസ്തുവിന്റെ രാജ്യത്വത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഏറ്റവും സുന്ദരമായി അവതരിപ്പിക്കുന്ന 2 ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. അവിടുത്തെ രാജ്യത്വം എന്താണെന്നും എവിടെയാണെന്നും അതിന്റെ സ്വഭാവം എന്താണെന്നുമൊക്കെ അവിടെ വ്യക്തതയിൽ അവിടെ മുൻപാകെ വയ്ക്കുന്നുണ്ട്. പിലാത്തോസിനെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്ത യഹൂദമത നേതാക്കളും പുരോഹിത പ്രമാണികളും ഫരിസേയരും ഈ ലോകത്തിലെ രാജ്യത്വ സങ്കല്പങ്ങളുമായിട്ടാണ് ക്രിസ്തുവിനെതിരെ ആരോപണങ്ങളുമായി തിരിഞ്ഞിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു അവരോട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, എന്റെ രാജ്യം ഐഹികമല്ല. അവന്റെ രാജ്യത്വത്തിന്റെ സ്വഭാവമോ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയുള്ളതാണത്. സത്യമെന്നാൽ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തെ, തന്റെ ഏകജാതം നൽകാൻ തക്ക വിധം ലോകത്തെ സ്നേഹിച്ച ദൈവത്തെ പരിപൂർണമായി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ വെളിപ്പെടുത്തലുള്ള പ്രത്യുത്തരമാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ വെള്ള കുതിര പുറത്തേറി വരുന്ന വിശ്വസ്തനും സത്യവാനുമായവന്റെ വെളിപ്പെടുത്തലിന് നാം നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തിലൂടെ ക്രിയാത്മകമായി പ്രത്യുത്തരിക്കുമ്പോഴാണ് നാം അവിടുത്തെ രാജ്യത്തിലെ അംഗങ്ങളായിട്ട് മാറുക. പിതാവിന്റെ ഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട് തന്നെ സമർപ്പിച്ചവന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും കർത്തൃപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അവിടുത്തെ രാജ്യം വരാൻ, ഈ ഭൂമിയിൽ സംസ്ഥാപിതമാകാൻ, അവിടുത്തെ ഹിതം നമ്മിലൂടെ നിറവേറപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം നിറവേറപ്പെടാൻ നമ്മെ തന്നെ അവിടുത്തെ മുൻപാകെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.